JR മോഡിഫിക്കേഷൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. 2012 മോഡൽ താർ DI എന്ന വാഹനത്തിൽ ഏറ്റവും പുതിയ മോഡലായ 2022 മോഡൽ ഹാർഡ് ടോപ്പ്. ഇത് എങ്ങനെയാണ് ചെയ്തതെന്നും എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്നുമാണ് ഈ വീഡിയോ ദൈർഘ്യം അല്പം കൂടുതലായതുകൊണ്ട് ഞാനുൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും അവസാനം വരെ വീഡിയോ കാണാറില്ല. ചിലരാണെങ്കിൽ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോ കാണാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ആദ്യ പകുതി ആസ്വദിക്കുക. രണ്ടാം പകുതി ഇത് എവിടെയാണ് ചെയ്തതെന്നും എങ്ങനെയാണ് ചെയ്തതെന്നും എന്തൊക്കെ സാധനങ്ങളാണ് നമ്മളിവിടെ ഉപയോഗിച്ചതെന്നും വിശദമായി പറയുന്നതാണ് രണ്ടാം പകുതി. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള പണികൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നും ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത വീഡിയോ ഇടുന്നതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്കും മറ്റുള്ളവർക്കായി ഷെയറും ചെയ്യുക.
കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര തിരുവനന്തപുരം ദേശീയപാതയിൽ വാളകം എന്ന സ്ഥലത്താണ് നമ്മുടെ വർക്ക്ഷോപ്പ്. SBI ATMനും മുത്തൂറ്റ് ഫിനാൻസിൻ്റെയും പുറകുവശത്തായിട്ടാണ് വർക്ക്ഷോപ്പ്. ആ കാണുന്നത് വാളകം ജംഗ്ഷൻ. ഇത് MLA ജംഗ്ഷൻ. ഇതിൻ്റെ മധ്യഭാഗത്ത് ദേവീക്ഷേത്രത്തിലേക്ക് പോകും വഴിയാണ് വർക്ക്ഷോപ്പ്. ഇനി വർക്ക്ഷോപ്പിലേക്ക് പ്രവേശിക്കാം. 2012 മോഡൽ Thar നമ്മൾ ഹാർഡ് ടോപ്പ് ആക്കിയതിൻ്റെ വിശേഷങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഹാർഡ് ടോപ്പിൻ്റെ പ്രധാന ഭാഗമായ ഗ്ലാസ് ഫ്രെയിമിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. ഇത് പിക്കപ്പിൻ്റെ ഗ്ലാസ്സാണ്, എന്നാൽ ഫ്രെയിം പിക്കപ്പിൻ്റേതല്ല. ഫ്രണ്ട് നോക്കിയാൽ ഹാർഡ് ടോപ്പായി തോന്നുമെങ്കിലും ബാക്ക് ടാർപ്പയാണ്. ടാർപ്പ പിടിപ്പിക്കാനുള്ള ചാനൽ ഉൾപ്പെടെ ഒറ്റ സൈഡിലാണ് ഗ്ലാസ് ഫ്രെയിം നിർമ്മിച്ചിട്ടുള്ളത്. ചാനലിൽ വെള്ളം തങ്ങാതിരിക്കാൻ ഫ്രെയിം രണ്ട് സൈഡിലേക്ക് സ്ലോപ്പായിട്ടാണ് പണിതിട്ടുള്ളത്. എങ്കിലും അവിടം ഗ്ലാസ് ഒട്ടിക്കുന്ന സിലിക്കോൺ ഉപയോഗിച്ച് അടച്ചിട്ടുണ്ട്. ഗ്ലാസ് ഫ്രെയിം ചരിച്ചു നിർത്താൻ വേണ്ടി ഡോർ മാറ്റി ബൊലോറോ പാസഞ്ചറിൻ്റെ ഡോറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡോർ താറിൻ്റേതാണെന്ന് തോന്നിക്കുവാൻ ഡിസൈനിൽ മാറ്റം വരുത്തി പണിതിട്ടുള്ളതാണ്. ഇത് നോൺ AC Thar ആയിരുന്നു. അത് പിന്നീട് AC-യിലേക്ക് മാറ്റിയതാണ്. ഇതിൻ്റെ ഇൻറ്റീരിയൽ വർക്ക് ചെയ്തിരിക്കുന്നത് ACP അഥവാ അലുമിനിയം കോമ്പോസിറ്റ് പാനൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. അകത്ത് ചൂട് കൂടാതിരിക്കാൻ ടാർപ്പായ്ക്കും ACPക്കും ഇടയിൽ ഏകദേശം 1 ഇഞ്ച് കനമുള്ള തെർമോകോൾ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് സീറ്റ് ഇൻഡിക്ക വിസ്റ്റയുടെ സീറ്റാണ്. ബാക്ക് സീറ്റിന് മാറ്റം വരുത്തിയിട്ടില്ല. മൂന്ന് ഡോറിൻ്റെയും ഫ്ലാപ്പ് ഇതുപോലെ ACP ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡ് ഗ്ലാസ് മഹേന്ദ്ര മാക്സിമോയുടെ സൈഡ് ഗ്ലാസ്സാണ്. അതും സ്ലൈഡിംഗ് ഗ്ലാസ്സാണ്. ഇതിൻ്റെ ഉപയോഗം AC ഉപയോഗിക്കാത്ത സമയങ്ങളിൽ ഇത് തുറന്നിട്ട് ഉപയോഗിക്കാം. ഇന്ധനവും ലാഭിക്കാം. ഇതിൻ്റെ ബാക്ക് ഇൻഡിക്കേറ്റർ ലൈറ്റ് ഏറ്റവും പുതിയ മോഡലിൻ്റെ ലൈറ്റാണ്.
ഇതിൻ്റെ ഫ്രണ്ട് ലൈറ്റ് അവസാനം ഇറങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള മോഡലിൻ്റേതാണ്. ഇത് അകത്തു നിന്ന് പുറത്തോട്ട് തള്ളി വെച്ചാണ് ഫിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് വീലിൽ നിന്ന് ഡയറക്റ്റ് വെള്ളം അടിച്ച് കയറാതിരിക്കാൻ തകിടിൽ തന്നെ ഒരു ഷീൽഡ് പണിയുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് ഡോർ ഈ വാഹനത്തിനനുസരിച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ബാക്കും ഹാർഡ് ടോപ്പായി പണിതിരുന്നു എങ്കിൽ ബൊലോറോ പാസഞ്ചറിൻ്റെ ബാക്ക് ഡോർ സെറ്റ് ചെയ്യാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഡോറിൻ്റെ വലുപ്പം അല്പം കുറവാണ്. കൂടാതെ ഡോറിലെ ഗ്ലാസും വലുപ്പം കുറവാണ്. വാഹനത്തിൻ്റെ ബാക്ക് കാഴ്ചയിൽ ടോപ്പിൻ്റെ ഇരുവശങ്ങളും അകത്തോട്ട് ഒതുങ്ങിയതാണ്. അതേ രീതിയിൽ തന്നെയാണ് ഡോർ ഗ്ലാസിൻ്റെയും പണി. ഇതിൻ്റെ ലോക്ക് ഫ്രണ്ട് ഡോറിൻ്റേതാണ്. അകത്തുനിന്ന് തുറക്കാവുന്നതും ലോക്ക് ചെയ്യാവുന്ന രീതിയിലുമാണ് ലോക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്ക് ഡോറിൻ്റെ ഇഞ്ചസ് സാധാരണ ജീപ്പിനും താറിനും വരുന്ന ഇഞ്ചസാണ്. സ്റ്റെപ്പിനി ഡോറിലായതുകൊണ്ട് ഡോർ ബലപ്പിക്കാൻ ഇഞ്ചസിൻ്റെ അകലം കൂട്ടിയും ബോഡിയിൽ ഇഞ്ചസ് വരുന്ന ഭാഗം ബലപ്പിച്ചുമാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ വാഹനത്തിൽ ചെയ്തിരിക്കുന്ന എല്ലാ വർക്കുകളും വീഡിയോകളാക്കി പാർട്ട് ബൈ പാർട്ടായി ഈ ചാനലിൽ തന്നെ ഉൾപ്പെടുത്തുന്നതാണ്. കൂടാതെ ഇതിൻ്റെ പണിയെക്കുറിച്ചുള്ളതും തുടർന്നുള്ള വീഡിയോയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഈ വാഹനത്തിൻ്റെ അവസാനത്തെ മിനുക്ക് പണികളും കഴിഞ്ഞ് റോഡ് ടെസ്റ്റും കഴിഞ്ഞ് വാഹന ഉടമയ്ക്ക് താക്കോൽ കൈമാറുന്നു.
ഒരുപാട് ദിവസത്തെയും ഒട്ടനവധി ആൾക്കാരുടെയും പ്രയത്നങ്ങളുടെ ഫലമാണ് ഈ ഒരു വർക്ക്. ഈ വർക്കിനോട് സഹകരിച്ച വർക്കേഴ്സിനും ഈ വീഡിയോ അവസാനം വരെ കണ്ട വ്യൂവേഴ്സിനും JR മോഡിഫിക്കേഷൻ്റെ നന്ദി, നമസ്കാരം.